साक्षी पौरुष पंचविंशः इति विदित विभागो मुच्यते सौ प्रकृत्यः कपिलतनुरिति त्वं देवहूते गुरुपवनपुरेश तुल्युपादल स्वभक्तिये गुरुपवनपुरेश तुल्युपादल स्वभक्ति ഗുരുപവനപുരേശ തുയ്യുപാദൽ സ്വഭക്തി. നമുക്ക് വേണ്ടത് എന്താണ് എന്നാൽ ഇവിടെ ആ ഭഗവാന്റെ പാദത്തിലുള്ള ഭക്തിയാണ് ഏറ്റവും വേണ്ടത് എന്ന് ആ ദേവഹൂതി എന്ന് പറഞ്ഞ അമ്മയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്ന തത്വമാണ് കപിലോപദേശം. ഇനി 16ാമത്തെ കൂട്ടായിട്ട് പ്രയോഗിക്കുന്നത് എന്താണ്? നരനാരായണ അവതാരവും അതിനോടൊപ്പം തന്നെ ദക്ഷയാഗവും വർണ്ണിക്കുന്നുണ്ട്. ഇവിടെ നരനാരായണ അവതാരം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ നരനായിട്ടും നാരായണനായിട്ടും അവതരിക്കുന്നു മൂർത്തി ദേവി. അത് ഒരുപാട് കഥകളാണ്, ഒരുപാട് മക്കളുണ്ട്. അതിൽ ഒരാൾ മൂർത്തി ദേവി എന്ന് പറഞ്ഞ ഒരാളിലാണ് ഭഗവാൻ നരനായിട്ടും നാരായണനായിട്ടും അവതരിക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ സഹസ്ര കവചൻ എന്ന ഒരു അസുരനുണ്ടത്രേ. ആ അസുരനെ വധിക്കണമെങ്കിൽ ഒരാൾ തപസ് ചെയ്യണം. ഒരാൾ തപസ് ചെയ്യും, അതായത് രാത്രിയും പകലും ഒരുപോലെ യുദ്ധം ചെയ്ത്